ആദ്യമായി സർവശക്തനായ റബ്ബിനെ സ്തുതിക്കുന്നു. ഈ പള്ളി ഇതുപോലെ ഒരു വലിയ അള്ളാഹുവിൻ്റെ ഭവനമായി മാറ്റാൻ വേണ്ടി പ്രയത്നിച്ച, ശാരീരികവും സാമ്പത്തികവുമായി സഹായിച്ച എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം ഈ മാനേജ്മെന്റ് ടീമിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇത്രയും സൗകര്യത്തിൽ ഈ തലമുറക്കും വരും തലമുറക്കും അള്ളാഹുവിനെ സ്തുതിക്കാനും ഈ ഒരു സൗകര്യം ഏർപ്പെടുത്തി തന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ് താഴെക്കോട് പള്ളി. 24,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. 5 കോടിയിലേറെ രൂപ ചിലവഴിച്ചിട്ടാണ് 2 കൊല്ലം കൊണ്ടാണ് ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. മഹല്ല് എന്ന് പറഞ്ഞാൽ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം മഹാനവറുകളുടെ കൈകൊണ്ട് കുറ്റിയടിച്ച് ഈ നാട്ടിലെ പ്രധാനിയായ ഒരാൾ പള്ളിപ്പണി പൂർത്തിയാക്കി. പള്ളിയുടെ തുടക്കം മുതൽ തന്നെ ദർസ് പഠനം തുടർന്നു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ പ്രമുഖരായ ധാരാളം പണ്ഡിതന്മാർ ഇവിടെ ദർസ് നടത്തിയിരുന്നു. പ്രധാനമായും കുഞ്ഞലവി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ ദീർഘമായ കാലം ഇവിടെ ദർസ് നടത്തി. നമ്മൾ എവിടെ പോയാലും താഴെക്കോട് എന്ന് പറഞ്ഞാൽ കുഞ്ഞലവി മുസ്ലിയാരുടെ നാട്ടിലാണോ എന്ന് ചോദിക്കും. എന്ന പേരിൽ അറിയപ്പെട്ടു. പള്ളിയുടെ ഉദ്ഘാടനത്തിനനുബന്ധിച്ച് 1-ാം തീയതി 4 മണി മുതൽ 10 മണി വരെ സ്ത്രീകൾക്ക് പള്ളി കാണാനുള്ള സൗകര്യവും, 2-ാം തീയതി മഹാനായ പല പണ്ഡിതന്മാരും കൂട്ടത്തിൽ സ്വാമി ആത്മദാസ് യമിയും പങ്കെടുക്കുന്നു. 3-ാം തീയതി അസർ നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട സ്വാദിഖലി തങ്ങളും ജിഫ്രി കോയ തങ്ങളും പങ്കെടുത്ത് പള്ളി വിശ്വാസികളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു.